ഭർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കാം. മോനുടെ ബിനോയ് അച്ഛൻ ഭവനത്തിലെ കർമ്മങ്ങൾക്ക് കാർമ്മികത്വം വഹിക്കുന്നതായി. അനുദിന സ്തുതി. ഉന്നതങ്ങളിൽ ദൈവത്തിന് സ്തങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരേണമേ. അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരേണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യകമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുത്. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദി മുതൽ എന്നേക്കും ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരേണമേ. അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. സമാധാനം നമ്മോടുകൂടി. കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും നിന്റെ കാരുണ്യത്തെ പുകഴ്ത്തുകയും മഹനീയമായ ത്രിത്വത്തിന്റെ നിഗൂഢമായ ശക്തിയെ സ്തുതിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിൻ്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിൻ്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആമേൻ. മനുഷ്യജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. മനുഷ്യ ജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. വയലിലെ പൂപോലെ അത് വിരിയുന്നു. ചുടുകാറ്റടിക്കുമ്പോൾ വാടിപ്പോവുകയും ചെയ്യുന്നു. അത് നിന്നിരുന്ന സ്ഥലവും അജ്ഞാതമായി തീരുന്നു. കർത്താവിനെ സ്നേഹിക്കുന്നവരുടെ മേൽ എന്നും അവന്റെ അനുഗ്രഹമുണ്ടായിരിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദി മുതൽ എന്നേക്കും ആമേൻ. മനുഷ്യജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. മണ്ണിൽ നിന്ന് ആദത്തെ സൃഷ്ടിച്ചവനും അയാളുടെ സന്താനങ്ങളെ ഉദ്ധാനം വഴി നവീകരിക്കുന്നവനുമായ കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിൻ്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിൻ്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആമേൻ. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. ആദി മുതൽ എന്നേക്കും ആമേൻ. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടി. കരുണയാൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും നീതിയാൽ മരണവിധേയരാക്കുകയും ദയാധിക്യത്താൽ ഉയർപ്പിക്കുകയും ചെയ്യുന്ന കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിൻ്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിൻ്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. നിന്റെ ദാസന്റെ ആത്മാവിനെ സന്തോഷിപ്പിക്കണമേ. നൃപനാം മിശിഹ കർത്താവേ, അഴലും മരണവുമില്ലാതെ ജീവൻ വിളയും രാജ്യത്തിൽ വാനവരോടെ ചിരകാലം
ആനന്ദത്തോടു വാണിടുവാൻ ദാസനു വരമിന്നരുളേണം. കർത്താവ് വലിയവനും സ്തുത്യർഹനുമാകുന്നു. ആദിപിതാവാമാദത്തെ സൃഷ്ടിച്ചവനാം ദൈവത്തിൽ ആശ്രയമഖിലമണയ്ക്കുന്നു. മർത്യനു ശരണം നീയല്ലോ. ലോകം വ്യർത്ഥം സകലേശ, ഞങ്ങൾ കരുളുക നവജീവൻ. വാഗ്ദാനങ്ങളിൽ കർത്താവ് വിശ്വാസ്യനാകുന്നു. വിലപിക്കരുതേ, മരണത്തിൽ പുനരുത്ഥാനം വരുമല്ലോ. അരുൾ ചെയ്തില്ലേ തിരുനാഥൻ, ദൃഢമായ എന്നിൽ വിശ്വാസം നിക്ഷേപിക്കും മനുജനു ഞാൻ അന്തിമ ദിവസം ഉയർപ്പേകും. നീതിമാൻ വിജ്ഞാനം പ്രസംഗിക്കുന്നു. പൗലോസിൻ തിരുവാക്യങ്ങൾ ശാന്തി നിനക്കു പകർന്നീടും. മർത്യനമർത്യത പുണരുന്നു, ക്ഷയമുള്ളോനക്ഷയനാകും. മർത്യതയേവം സകലേശൻ നൂതനം നൂതനമാക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. നൃപനാം മിശിഹാ കർത്താവേ, വാഴ്ത്തിപ്പാടി നമിക്കുന്നേ. വിശ്വത്തിൻ്റെ വിധാതാവേ, നൽകണമേ പുനരുത്ഥാനം. പരിശുദ്ധന്മാർ വാഴുമിടം ചേർക്കണമെന്നെയും അഖിലേശ. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. പരിവേഷം. എൻ്റെ സഹോദരരെ, വിശുദ്ധ പൗലോസ്ലീഹ തെസ്സലോനിക്കയിലെ സഭയ്ക്ക് എഴുതിയ ലേഖനം കർത്താവെ ആശീർവദിക്കണം. മിശിഹ അനുഗ്രഹിക്കട്ടെ. എൻ്റെ സഹോദരരെ, മരിച്ചവരെ കുറിച്ച് പ്രത്യാശയില്ലാത്തവരെ പോലെ നിങ്ങൾ ദുഃഖിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈശോ മരണശേഷം ഉയർത്തെഴുന്നേറ്റു എന്ന് നാം വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ ദൈവം ഈശോയിൽ മരിച്ചവരെയും അവനോടുകൂടെ ഉയർപ്പിക്കും. നമ്മുടെ കർത്താവ് ആഗതനാകുമ്പോൾ ജീവിച്ചിരുന്നവർ മരിച്ചവർക്ക് മുമ്പ് കടക്കുകയില്ല എന്ന് നമ്മുടെ കർത്താവിൻ്റെ വാക്കുകളിൽ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ കർത്താവ് അധികാരത്തോടും പ്രധാന മാലാഖയുടെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് എഴുന്നള്ളി വരും. മിശിഹായിൽ മരിച്ചവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ ജീവിച്ചിരിക്കുന്നവരായ നാം കർത്താവിൻ്റെ എതിരേൽപ്പിനായി അവരോടുകൂടെ മേഘങ്ങളിൽ എടുക്കപ്പെടും. നാം എന്നും കർത്താവിനോടുകൂടെ ആയിരിക്കുകയും ചെയ്യും. ആകയാൽ ഈ വാക്കുകളാൽ നിങ്ങൾ പരസ്പരം ആശ്വസിപ്പിക്കുവിൻ. നമ്മുടെ കർത്താവായ മിശിഹായിക്ക് സ്തുതി. കർത്താവേ, എൻ്റെ രക്ഷകനായ ദൈവമേ, രാവും പകലും നിന്നോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്റെ പ്രാർത്ഥന നിന്റെ പക്കലെത്തട്ടെ, എന്റെ അപേക്ഷ നീ കേൾക്കണമേ. നമുക്ക് സദാ പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായിക്ക് സ്തുതി. എൻ്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ടെന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു. അവൻ വിധിക്ക് വിധേയനാവുകയില്ല, മരണത്തിൽ നിന്ന് അവൻ ജീവനിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുകയും അത് കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന സമയം അടുത്തിരിക്കുന്നു. അല്ല, അത് വന്നു കഴിഞ്ഞു. എന്തുകൊണ്ടെന്നാൽ ജീവന്റെ ഉറവിടമായ പിതാവ് തൻ്റെ പുത്രനെയും ജീവന്റെ ഉറവിടമാക്കിയിരിക്കുന്നു. മനുഷ്യപുത്രനായതുകൊണ്ട് വിധികർത്താവാകുവാനുള്ള അധികാരവും അവന് കൊടുത്തിരിക്കുന്നു. നിങ്ങളിതിൽ വിസ്മയിക്കേണ്ട. എന്തുകൊണ്ടെന്നാൽ കല്ലറയിലുള്ളവർ അവൻ്റെ ശബ്ദം കേൾക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവർ ജീവന്റെ ഉയർപ്പിനും
തിന്മ ചെയ്തവർ വിധിയുടെ വിയർപ്പിനുമായി പുറത്തു വരും. നമ്മുടെ കർത്താവായ മിശിഹായിക്ക് സ്തുതി. ഈശോമിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ വൈദികരെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, ഏറ്റവും സ്നേഹം നിറഞ്ഞ കുടുംബാംഗങ്ങളെ, ഒക്ടോബർ മാസം വിശുദ്ധരുടെ മാസമാണ്. ഒക്ടോബർ 1-ാം തീയതി വിശുദ്ധ പുത്രേശ്വരയുടെ തിരുനാൾ, 2-ാം തീയതി കാവൽ മാലാഖമാരുടെ തിരുനാൾ, 4-ാം തീയതി വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ തിരുനാൾ, 18-ാം തീയതി ലൂക്കാസ് സുവിശേഷൻ്റെ തിരുനാൾ, 22-ാം തീയതി ജോൺ പോൾ രണ്ടാമൻ്റെ തിരുനാൾ, 22-ാം തീയതി വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ്റെ ഭവനത്തിലേക്ക്, ദൈവം നൽകിയ ഭവനത്തിലേക്ക് അപ്പച്ചൻകുട്ടിച്ചായനെയും വിളിച്ചു. വിശുദ്ധരുടെ ഈ മാസം ഈ കുടുംബത്തിൽ ഏറ്റവും നല്ല ജീവിതം നയിച്ച് തമ്പുരാൻ്റെ സന്നിധിയിലേക്ക് പോകുമ്പോൾ ഫ്രാൻസിസ് നാമധാരിയാണ്. ഒക്ടോബർ 4 ഫ്രാൻസിസ് പിതാവിൻ്റെ മാസമാണ്. അപ്പോൾ ആ നാമധാരിയായ അപ്പച്ചൻകുട്ടിച്ചായൻ ഈ ഭൂമിയിലെ ജീവിതം അവസാനിപ്പിച്ച് മറ്റൊരു ഭവനത്തിലേക്ക് പോകുന്നു. പുതിയൊരു വീട് വെച്ച് ഇവിടെ താമസിച്ച്, എന്നാൽ ഏറ്റവും മനോഹരമായ ഭവനത്തിലേക്ക് പോവുകയാണ്. അതുകൊണ്ടാണ് ഈശോ പറയുന്നത്, ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാനാണ് പോകുന്നത്. കണ്ണ് കണ്ടിട്ടില്ല, കാത് കേട്ടിട്ടില്ല, മനുഷ്യഹൃദയം ആസ്വദിച്ചിട്ടില്ല. അങ്ങനെ ഒരു ഭവനം ഭാവനയിൽ കാണാൻ പറ്റുകയില്ല, പക്ഷേ വിശ്വാസത്തിൽ കാണാൻ സാധിച്ചു. അങ്ങനെ വിശ്വാസത്തിൽ ജീവിച്ച് അപ്പച്ചൻകുട്ടിച്ചായൻ ഇവിടെ നിന്ന് കടന്നു പോവുകയാണ്. കുടുംബ ജീവിതം ഏറ്റവും മാതൃകാപരമായും മൂല്യാധിഷ്ഠിതമായും ജീവിച്ച ഒരു വ്യക്തിത്വമാണ് അപ്പച്ചൻകുട്ടിച്ചായൻ്റേത്. പപ്പായും അമ്മയും എന്നൊക്കെ പിള്ളേർ വിളിക്കുന്ന ഒരു 2 പേരും ഒരു നല്ല മാതൃക തന്നെ ഈ കുടുംബത്തിൽ നൽകി. പ്രത്യേകമായിട്ട് ഞാൻ മനസ്സിലാക്കിയ ചില സവിശേഷതകൾ, ഒന്നാമതായിട്ട് അപ്പച്ചൻകുട്ടിച്ചായൻ ഒരു ശാന്തഭാവക്കാരനായിരുന്നു. ശാന്തശീലർ അനുഗ്രഹീതർ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ശാന്തഭാവം ദൈവിക ഭാവമാണ്, ഒരിക്കലും കോപിക്കാത്തൊരു ഭാവം. കാരണം കോപം പല തിന്മകളും വരുത്തി വയ്ക്കുമെങ്കിൽ ശാന്തഭാവം എല്ലാ നന്മകളും വരുത്തി വയ്ക്കുന്നു. അത് എളിമയുടെ ഒരു മറുരൂപമാണ്. അതുകൊണ്ട് അപ്പച്ചൻകുട്ടിച്ചായനെ സംബന്ധിച്ച് പറയുമ്പോൾ എളിമയുടെയും ശാന്തതയുടെയും ജീവിതം നയിച്ചു എന്ന് മാത്രമല്ല, അത് മക്കളെ പരിശീലിപ്പിക്കുകയും കൂടി ചെയ്തു. മൂല്യമുള്ള ജീവിതമെന്ന് പറയുമ്പോൾ വിശ്വാസത്തിൻ്റെ മൂല്യം, വിജ്ഞാനത്തിൻ്റെ മൂല്യം, സ്നേഹത്തിൻ്റെ മൂല്യം, ഈ മൂല്യങ്ങളെല്ലാം അപ്പച്ചൻകുട്ടിച്ചായൻ സ്വന്തമാക്കി അത് കുടുംബത്തിന് പകർന്നു നൽകിയ ഒരു വ്യക്തിയാണ്. പ്രാർത്ഥനയിൽ ഒരു കുറവും കൂടാതെ ജീവിച്ചു. ഒരു ആവലാതികളും പരാതികളുമില്ലാതെ ജീവിച്ചു. അതുകൊണ്ട് തന്നെ ജീവിതവും ശാന്തമായി. കാവൽ മാലാഖ ആത്മാവിനെ ഒരു ചിറകടി ശബ്ദം പോലും കേൾപ്പിക്കാതെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊണ്ടുപോയി കൊടുത്തു എന്ന് ന്യായമായും വിശ്വസിക്കാം. മക്കൾക്കത് കരുതുകയും ചെയ്യാം. അതുകൊണ്ട് തന്നെ മൂല്യങ്ങൾ നഷ്ടപ്പെടുന്ന ഒരു കാലഘട്ടങ്ങളിൽ വിശ്വാസത്തിൻ്റെ മൂല്യവും സ്നേഹത്തിൻ്റെ മൂല്യവും ഒക്കെ കൈമുതലായി അത് കൈമാറിയതാണ്. അതാണല്ലോ നമ്മൾ പാരമ്പര്യം എന്ന് പറയുന്നത്. വിശുദ്ധ പാരമ്പര്യം അതാണ്. വിശ്വാസം കൈമാറുന്നതും സ്നേഹം കൈമാറുന്നതും നല്ല ശീലങ്ങൾ കുടുംബങ്ങളിൽ കൈമാറുന്നതും അതാണ് മക്കൾക്ക്. സ്വത്ത് കൈമാറുന്നതിന് വലിയ പ്രസക്തിയൊന്നുമില്ല. അതുണ്ടാകാം, അത് നാളെ ഇല്ലാതാകാം. പക്ഷേ കൈമാറുന്ന മൂല്യങ്ങൾ അത് ദൈവ മൂല്യങ്ങളായിട്ട് മാറ്റി എന്നുള്ളതാണ് അപ്പച്ചൻകുട്ടിച്ചായനെ സംബന്ധിച്ച് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ മൂല്യങ്ങൾ കൈമാറണമെങ്കിൽ അതിന് തക്ക ഒരു ഹൃദയം ഉണ്ടാകണം. രൂപപ്പെടുത്തിയ ഒരു ഹൃദയമായിരുന്നു, പാകപ്പെടുത്തിയ ഒരു ഹൃദയമായിരുന്നു, ദൈവത്തിൻ്റെ ഒരു ഹൃദയത്തോട് ചേർന്ന്, ഈശോയുടെ തിരുഹൃദയത്തോട് ചേർന്ന ഒരു ഹൃദയം. അപ്പോൾ തീർച്ചയായിട്ടും അത് ദൈവദാനമാണ്. ദൈവദാനമാണ് എല്ലാമെന്ന് മനസ്സിലാക്കുമ്പോൾ കൂടുതൽ കൂടുതൽ ദൈവത്തിൽ ആശ്രയിക്കാൻ സാധിക്കുന്നതാണ് വിശ്വാസത്തിൻ്റെ ജീവിതം. വിദ്യാഭ്യാസം മക്കൾക്ക് കൊടുക്കുവാൻ ഉത്സുകനായിരുന്നു. എല്ലാ മക്കളും നല്ല വിദ്യാഭ്യാസവും അതോടൊപ്പം തന്നെ വിജ്ഞാനവും മാന്യമായ സംസ്കാര സമ്പർക്കവുമുള്ള ഒരു ജീവിതം നയിച്ച വ്യക്തികളാണ്, നയിച്ചുകൊണ്ടിരിക്കുന്നവരുമാണ്.
അപ്പോൾ പ്രിയ ടീച്ചർ സ്കൂളിലാണ്, ടോമിച്ചൻ സാറ് സ്കൂളിൽ. അപ്പോൾ മക്കളും മരുമക്കളും പായസും നിഷയും ഒക്കെയും അവരെല്ലാം നല്ല മര്യാദയുടെ അടയാളമാണ്. പ്രിയമായും അതുപോലെ തന്നെ രഞ്ജിത്തും ഒക്കെ നന്മയുടെ അടയാളമാണ്. മരിയ സിസ്റ്റർ ഞാനിരുന്ന ഇടവകയിൽ സൺഡേ സ്കൂൾ HM ആയിരുന്നു കുറച്ച് നാൾ. അവിടെ ശുശ്രൂഷ ചെയ്തു. എല്ലാവരോടും നല്ല ഹൃദയം നിറഞ്ഞ ഒരു സമ്പർക്കം, സ്നേഹത്തിൻ്റെ സമ്പർക്കം, മറ്റാരുടെയും കുറ്റം പറയാത്ത ഒരു ജീവിതം, പക്ഷേ കഠിനാധ്വാനത്തിൻ്റെ ഒരു ജീവിതം. ഇത് ഈ അപ്പനിൽ നിന്നും കിട്ടിയതാണ്. മക്കൾക്ക് കിട്ടിയതൊക്കെ അപ്പനും അമ്മയിൽ നിന്നും കിട്ടിയതാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരെയും സ്നേഹിക്കുന്ന ഒരു ഹൃദയം, എല്ലാവർക്കും സ്നേഹമായി തീരുന്ന ഒരു ഹൃദയത്തിൻ്റെ ഉടമയായിരുന്നു. അതുകൊണ്ട് തന്നെ സംസാരിക്കുന്നവർ ഒരിക്കൽ സംസാരിച്ചു കഴിഞ്ഞാൽ ആ ബന്ധം മറക്കുകയില്ല. തമാശകളൊക്കെ പറയുകയും ആസ്വദിക്കുകയും ചെയ്യുന്ന ഒരു പ്രകൃതം മനുഷ്യ ജീവിതത്തിനുള്ള പ്രത്യേകത ഏതാണ്. എപ്പോഴും ഗൗരവഭാവം അടിച്ച് ഞാനെന്തോ ആണെന്നുള്ള ഭാവത്തിൽ ജീവിക്കുന്ന ഒരാളായിരുന്നില്ല അപ്പച്ചൻകുട്ടിച്ചാൻ. എല്ലാവരോടും തമാശ പറയും, എല്ലാവരോടും തമാശ പറഞ്ഞ് ഉൾക്കൊള്ളുവാൻ സാധിക്കും, പക്ഷെ ആരെക്കുറിച്ചും ഒരു കുറ്റവും പറയുകയില്ല. അപ്പോൾ അതൊരു നന്മ എന്ന് പറഞ്ഞാൽ ദൈവിക നന്മയാണ്. ഇതൊക്കെ നമ്മൾ കാലഘട്ടത്തിൽ വിരളമായിട്ട് മാത്രമേ കിട്ടാറുള്ളൂ. അങ്ങനെ കിട്ടണമെങ്കിൽ അതിന് നിരന്തരമായ പ്രാർത്ഥന വേണം, ദൈവസാന്നിധ്യ അവബോധം വേണം. മനുഷ്യർ ബലഹീനനാണ്, പക്ഷേ ബലഹീനതയിൽ ദൈവം തളച്ചിടാൻ ആഗ്രഹിക്കുന്നില്ല. ഓരോ കാര്യങ്ങളും സൂക്ഷ്മമായിട്ട് പരിശോധിച്ച് വിവേകത്തോടെ പ്രവർത്തിച്ച് കുടുംബത്തെ നോക്കിക്കണ്ട് ചെയ്യുവാൻ പറ്റുകൊണ്ട് ഞാൻ കഠിന അധ്വാനിയായിരുന്നു. അതുപോലെ തന്നെ ഒന്നിൻ്റെ രോഗത്തെക്കുറിച്ചുള്ള ഒരു നിരാശയും ഞാൻ കാണുമ്പോൾ പ്രകടിപ്പിച്ചിരുന്നില്ല. രോഗം വരും, ചികിത്സിക്കും, ഡോക്ടർ പറയുന്നത് കേൾക്കും, വീട്ടിൽ പറയുന്നത് കേൾക്കും, മമ്മി പറയുന്നത് കേൾക്കും. അപ്പോൾ പപ്പായും മമ്മിയുള്ള ഹൃദയബന്ധം പരസ്പരം ഒരു ഡോക്ടറും നേഴ്സും പോലെ തന്നെയുള്ളൊരു ബന്ധമായിരുന്നു. അപ്പോൾ എല്ലാം കേൾക്കുന്ന ഒരു ജീവിതം, ദൈവത്തെ കേൾക്കുന്നു, മനുഷ്യരെയും കേൾക്കുന്നു, അത് ദൈവഹിതമാണ്, ദൈവീയ പദ്ധതിയാണ്. അപ്പോൾ അങ്ങനെ ജീവിക്കുന്ന ഒരു ജീവിതത്തിൽ ദൈവം ചിലപ്പോൾ ചില നന്മകൾ നേരും. ആ നന്മയാണ് ഈ മരണം. ഈ നന്മയാണ് കാരണം ദൈവത്തിൻ്റെ നന്മയിൽ പങ്കുപറ്റുവാൻ ദൈവം നേരത്തെ വിളിച്ചു. ഒക്ടോബർ മാസത്തിൽ എല്ലാ വിശുദ്ധരോടും കൂടി ആയിരിക്കുവാനായിട്ട് ദൈവിക പദ്ധതിയുള്ള ഒരു കാര്യമായിട്ട് തീർച്ചയായിട്ടും മക്കൾക്കെല്ലാം കരുതാവുന്നതാണ്. അത് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രാർത്ഥന അതിൻ്റെ പിന്നിലുണ്ട്. പിന്നെ കുടിച്ചായന് അതോടൊപ്പം പിന്നെ അമ്മയുടെയും പ്രാർത്ഥനയുണ്ട്, ഈ എല്ലാവരുടെയും പ്രാർത്ഥനയുണ്ട്. മങ്കൊമ്പിൽ നിന്നും ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും ഇതൊരു വലിയ വളർച്ചയായിട്ട് എല്ലാം ദൈവാനുഗ്രഹം എന്നേ പറയുന്നുള്ളൂ. അതാണ് എപ്പോഴും പറയുന്നത്, എല്ലാം ദൈവാനുഗ്രഹം, ദൈവം നടത്തി. എങ്ങനെയാണെന്ന് അറിയത്തില്ല, അത് മക്കളിലൂടെ മറ്റുള്ളവരുടെയൊക്കെ ദൈവം നടത്തി. ഈ ആശ്രയബോധം, ഈ ദൈവാശ്രയബോധവും മനുഷ്യ സ്നേഹവും എപ്പോഴും ഹൃദയത്തിൽ സൂക്ഷിച്ചുകൊണ്ട് ദൈവത്തെ ഓർത്തുകൊണ്ട് ജീവിച്ചു. അതുകൊണ്ട് ദൈവത്തെക്കുറിച്ചുള്ള ഓർമ്മ നഷ്ടപ്പെടുന്ന ഒരു കാലഘട്ടങ്ങളിൽ എല്ലാ നന്മകളും ദൈവത്തിൽ നിന്നാണ് എന്ന് മനസ്സിലാക്കുവാനെ പറ്റിക്കൊണ്ട് സാധിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ആരെയും ബുദ്ധിമുട്ടിക്കാതെ കടന്നുപോയി പ്രാർത്ഥിച്ച് നടന്നു നീങ്ങിയ ഒരു ജീവിതം, സ്നേഹിച്ച് നടന്നു നീങ്ങിയ ഒരു ജീവിതം, അധ്വാനിച്ച് ദൈവസന്നിധിയിലേക്ക് അധ്വാനിക്കുവാനായിട്ട് ദൈവ സന്നിധിയിലേക്ക് ചേർക്കപ്പെട്ട ഒരു ജീവിതമായിട്ട് ഈ ജീവിതത്തെ കർത്താവ് സ്വീകരിക്കപ്പെട്ട ജീവിതമാണ്. മദർ തെരേസ പറയുന്നുണ്ട്, മരണം എന്ന് പറയുന്നത് സ്വന്തം ഭവനത്തിലേക്കുള്ള ഒരു മടക്കയാത്രയാണ്. അതുകൊണ്ട് ഇവിടെ ശരീരം ഉപേക്ഷിക്കുന്നു, പക്ഷേ ഹൃദയവും ആത്മാവും ദൈവത്തിൻ്റെ പക്കലേക്ക് ചേർക്കപ്പെടുന്നു എന്നാണ് പറയുക. അപ്പോൾ ഇവിടെ ശരീരം ഉപേക്ഷിക്കുന്ന ആത്മശരീരങ്ങളുടെ ഉയർത്തെഴുന്നേൽക്കേണ്ടതാണ്. നമുക്കറിയാം ഏലിയാസ്ലീഹ മൂസക്കാലത്ത് രണ്ടാമത്തെ ഈശോയുടെ വരവിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ചേർക്കപ്പെട്ട ഒരു ജീവിതം, ആത്മാവ് ചേരണം, പ്രാർത്ഥനയതാണ്. അതുകൊണ്ടാണ് മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, പ്രത്യാശയില്ലാത്തവരെ പോലെ ദുഃഖിക്കരുത് എന്ന് പറയുന്നതിൻ്റെ പൊരുൾ അതാണ്. അപ്പം കുടിച്ചായം പ്രാർത്ഥിച്ച വ്യക്തിയാണ്, മക്കളെ പ്രാർത്ഥന പഠിപ്പിച്ച വ്യക്തിയാണ്. മക്കളും ഈ അപ്പന് വേണ്ടി പ്രാർത്ഥിക്കണം. അതുകൊണ്ട് സ്നേഹബന്ധം ഒരിക്കലും അവസാനിക്കുന്നില്ല, അത് നിലനിൽക്കും. അപ്പനും അമ്മയും ചില സുഹൃത്തുക്കളും നന്മയൊക്കെ നമ്മൾ ഹൃദയത്തിൽ സൂക്ഷിക്കും. അതുകൊണ്ട് അവർ പറഞ്ഞ വാക്കുകൾ ഹൃദയത്തിൽ സൂക്ഷിക്കും. അമ്മ പറഞ്ഞ വാക്കുകൾ, അപ്പം പറഞ്ഞ വാക്കുകളൊക്കെ നമ്മുടെ വഴിത്താരയിൽ ജ്വലിച്ചു കൊണ്ട് നിൽക്കും. കാരണം ആ വാക്കുകൾ മറ്റൊരു സുവിശേഷമാണ്. അതുകൊണ്ട് അമ്മയും അപ്പനെയും അവർ ചെയ്ത പ്രവൃത്തികളും സൽപ്രവൃത്തികളും നല്ല വാക്കുകളും നല്ല മാതൃകളും മക്കൾക്ക്, കുടുംബത്തിനും, ബന്ധുക്കൾക്കും എല്ലാവർക്കും എപ്പോഴും പ്രചോദനം നൽകിയ ഒരു ജീവിതമാണ്. അപ്പോൾ നമ്മൾ പറയാം പോസിറ്റീവായിരിക്കുന്ന ഒരു ജീവിതം, ഒരിക്കലും ആരുടെയും നെഗറ്റീവ് പറയാത്ത ഒരു ജീവിതം, അത് ഒരു വലിയ കൃപയാണ്. നമ്മൾ പലപ്പോഴും ഒരു കുറ്റം ഒരാളെക്കുറിച്ച് പറയണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ 9 പറഞ്ഞിട്ടേ അവസാനിപ്പിക്കുകയുള്ളൂ. അതാണ് മനുഷ്യ ജീവിതം. പക്ഷേ അങ്ങനെയല്ലായിരുന്നു അപ്പൻകുട്ടിച്ചായൻ. എവിടെയെങ്കിലും ഒരു കാര്യം ഉണ്ടാകുമ്പോൾ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എന്തെങ്കിലും കാര്യം പറയാൻ തുടങ്ങുമ്പോൾ അങ്ങനെ കുറ്റം പറയാൻ പാടില്ല, അതൊരു നന്മയാണ്. സ്നേഹമുള്ളവരെ, നല്ല ഒരു ജീവിതം നയിച്ച്
നല്ലവനായ ദൈവത്തിൻ്റെ പക്കലേക്ക് കടന്നു പോകുന്നു. എപ്പോഴും കുറ്റശ്യാമ വിളിക്കുന്ന അങ്ങനെയാണ് ദൈവത്തെ നല്ല ദൈവം എന്നാണ് പറയുക, സംബോധന ചെയ്യുന്നത്. ദൈവം എന്ന് മാത്രം പറയല, കാരണം എല്ലാ നന്മയും ദൈവത്തിലുണ്ട്. ആ നന്മയിൽ പങ്കുപറ്റുമെന്ന് വരാൻ മനുഷ്യൻ. അതുകൊണ്ടാണല്ലോ ഈശോ പറയുന്നത്, നല്ലവനെ നീ എന്നെ വിളിക്കുന്നത് എന്തിന്? നല്ലവനായ ഒരുവൻ മാത്രം. അതായത് ഭൂമിയിലുള്ള മനുഷ്യരെല്ലാവരും കുറവുള്ളവരാണ്. അതുകൊണ്ട് കുറവുള്ളത് പരിഹരിക്കേണ്ടത് ദൈവം തന്നെയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ പ്രാർത്ഥിക്കേണ്ടവരാണ്. മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക നമ്മുടെ പാരമ്പര്യമാണ്, വിശുദ്ധമായ പാരമ്പര്യമാണ്. ആ പാരമ്പര്യം നിലനിർത്തണം. കുറിച്ച് വേണ്ടിയും പ്രാർത്ഥിക്കണം. കാരണം അന്ത്യവിധി അത് ദൈവത്തിൻ്റെ കൈകളിലുള്ള കാര്യമാണ്. അപ്പോൾ ആത്മാവ് ശുദ്ധീകരിക്കപ്പെടണം, പൂർണ്ണനാക്കപ്പെടണം. അപ്പോൾ പൂർണ്ണമാക്കപ്പെട്ട ആത്മാവ് സ്വർഗത്തിൽ ചേർക്കപ്പെടണം. അങ്ങനെ ചേർക്കുമ്പോൾ സ്വർഗത്തിൽ എല്ലാവരും ചെന്ന് ചേരേണ്ടതാണ്. ഓരോ വ്യക്തിയും ചിന്തിക്കേണ്ടത് തന്നെയാണ്, ഞാൻ ഇന്നല്ലെങ്കിൽ നാളെ എൻ്റെ ജീവിതം അവസാനിക്കുമ്പോൾ എൻ്റെ ആത്മാവ് സ്വർഗത്തിൽ ചേർക്കപ്പെടണം. അപ്പത്തെ കുറിച്ച് എൻ്റെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അതുതന്നെയാണ് സ്വർഗത്തിലേക്ക് ചേർക്കപ്പെടേണ്ട ഒരു ജീവിതം. ഈ ഭൂമിയിലെ ജീവിതം പൂർത്തിയാക്കി, എൻ്റെ ഓട്ടം പൂർത്തിയാക്കി എന്ന് പൗലോസിലെ പറയുന്നുണ്ടല്ലോ. അധ്വാനത്തിൻ്റെ, പ്രാർത്ഥനയുടെ, ജീവിതത്തിൻ്റെ എല്ലാം ഓട്ടം പൂർത്തിയാക്കുമ്പോൾ ഒരു ഇടമുണ്ട്, വിശ്രമിക്കാൻ ഒരു ഇടമുണ്ട്. നിത്യവിശ്രമം, നിത്യസ്നേഹം, നിത്യജീവൻ. ആ വിശ്രമ കേന്ദ്രത്തിലേക്കാണ് അപ്പച്ചുകുട്ടിരായൻ പോയിരിക്കുന്നത്. നമുക്ക് പ്രാർത്ഥിക്കാം. കുറവുകളൊക്കെ തമ്പുരാൻ പരിഹരിക്കട്ടെ. ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ഒരു സമൂഹമാണല്ലോ നമ്മളെല്ലാവരും. ആ പ്രാർത്ഥന വഴി കൂടുതൽ ആത്മീയമായിരിക്കുന്ന ശക്തി സ്വർഗത്തിൽ പ്രവേശിക്കുവാനായിട്ട് ലഭിക്കും. നമുക്ക് ഒന്ന് ചേർന്ന് അപ്പച്ചുകുട്ടിരായനോട് പ്രാർത്ഥിക്കാം. അത് ദുഃഖാർത്ഥരായിരിക്കുന്ന എല്ലാ കുടുംബാംഗങ്ങൾക്കും പ്രത്യേകമായിട്ട് പ്രാർത്ഥനയിൽ ഓർക്കുകയാണ്. നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് അപ്പച്ചൻകുട്ടിച്ചാന് വേണ്ടിയും മാത്രമല്ല, അപ്പച്ചൻകുട്ടിച്ചാൻ നിങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കും. കാരണം സ്വർഗം എന്ന് പറയുന്ന ദൈവത്തിൻ്റെ ഇടമാണ്. അവിടെ തിന്മയ്ക്ക് സ്ഥാനമില്ല, നന്മയ്ക്ക് മാത്രമേ സ്ഥാനമുള്ളൂ. അതുകൊണ്ട് സ്വർഗത്തിൽ ഇടം തേടിപ്പോയി ഇടം കിട്ടിയിരിക്കുന്ന അപ്പച്ചൻകുട്ടിച്ചാനെ നമുക്ക് പ്രാർത്ഥിക്കാം. കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കുവാനും കൂടി നമ്മൾ ഈ അവസരം വിനിയോഗിക്കുകയാണ്. ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് യാത്രയാക്കാം. സന്തോഷത്തോടെ, അഭിമാനത്തോടെ ഞങ്ങൾക്ക് നല്ലൊരു അപ്പനെ കിട്ടി, നല്ലൊരു ഭർത്താവിനെ കിട്ടി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ നല്ല സുഹൃത്തുക്കളെ കിട്ടിയെന്ന് ഇവിടെ കൂടി എല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിക്കും. നല്ല ഒരു സ്നേഹിതനാണ് നഷ്ടമാകുന്നത്, പക്ഷേ അത് സ്വർഗീയ സ്നേഹത്തിലേക്ക് പ്രവേശിക്കുന്നു. അതുകൊണ്ട് ദൈവത്തിലേക്ക് ആയിരിക്കുന്ന കൊച്ചുകുട്ടിയെ നമുക്ക് പ്രാർത്ഥിച്ച് കുറവുകൾ പരിഹരിച്ച് പൂർണ്ണതയിൽ പ്രവേശിക്കുവാൻ കർത്താവിൻ്റെ കൃപയും അനുഗ്രഹവും യാചിച്ചുകൊണ്ട് കർത്താവ് ഈ ആത്മാവിൻ്റെ മേൽ കരുണയുണ്ടാകണമേ എന്ന് നമുക്ക് ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും ഭക്തിയോടും കൂടെ കർത്താവേ ആത്മാവിനോട് കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ ആത്മാവിനോട് കരുണ തോന്നണമേ. അനന്തമായ സ്നേഹത്താൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും അതുല്യമായ കൃപയാൽ ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്ത മിശിഹായി, നിന്റെ കൽപ്പനയാൽ ഈ ലോകം വിട്ടു പുറപ്പെടുന്ന ഈ ആത്മാവിനെ നിത്യാനന്ദത്തിന്റെ തുറമുഖത്ത് സുരക്ഷിതമായി എത്തിക്കുവാൻ നിന്റെ പരിശുദ്ധ ദൂതന്മാരെ നിയോഗിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ആത്മാവിനോട് കരുണ തോന്നണമേ. ഗാഗുൽത്തായിൽ നിന്റെ അമൂല്യമായ തിരുരക്തം ചിന്തി രക്ഷിച്ച ഈ ആത്മാവിന്റെ അപരാധങ്ങളും കടങ്ങളും ക്ഷമിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ആത്മാവിനോട് കരുണ തോന്നണമേ. തിരുവുദ്ധാനം വഴി മനുഷ്യവർഗത്തിന് പ്രതീക്ഷയും ശരണവും പ്രദാനം ചെയ്ത മിശിഹായി, വിധി ദിവസത്തിൽ നിന്റെ മഹത്വത്തിന്റെ പ്രഭയാൽ ഈ ആത്മാവിനെ പ്രകാശിപ്പിക്കുകയും സ്വർഗരാജ്യത്തിന് അവകാശിയാക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ആത്മാവിനോട് കരുണ തോന്നണമേ. ദുഃഖിതരെ ആശ്വസിപ്പിക്കുവാൻ വേണ്ടി ലാസറിന്റെ മരണത്തിൽ സ്വയം കണ്ണുനീർ ചിന്തിയ മിശിഹായി, കരയുന്നവരുടെ കണ്ണുനീർ തുടയ്ക്കുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ആത്മാവിനോട് കരുണ തോന്നണമേ. കരുണാനിധിയും പാപങ്ങൾ പൊറുക്കുന്നതിനുമായ മിശിഹായി, നിന്റെ ദാസന്റെ പാപങ്ങൾ പൊറുക്കുകയും അയാളുടെ കുടുംബാംഗങ്ങളെയും ചാർച്ചക്കാരെയും ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ആത്മാവിനോട് കരുണ തോന്നണമേ. വിശ്വാസ പ്രമാണം. സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യവും അദൃശ്യവുമായ സകലത്തിന്റെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സകല സൃഷ്ടികൾക്ക് മുൻപുള്ള ആദിജാതനും, യുഗങ്ങൾക്കെല്ലാം മുൻപ് പിതാവിൽ നിന്ന് ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശോ മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും പിതാവിനോട് കൂടെ ഏകസത്യവുമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച്
മനുഷ്യനായി പിറന്നു. പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സ്ലീവയിൽ തറയ്ക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലത്ത് ഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്നും പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായി ഏകപരിശുദ്ധാത്മാവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും ശ്ലൈഹികവും സാർവത്രികവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിനുള്ള ഏകമമോദീസായി ശരീരത്തിന്റെ ഉയർപ്പും നിത്യായുസ്സും ഞങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്നു. ആമേൻ. കർത്താവേ, നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും നിന്റെ ദയാധിക്യം ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയുകയും ചെയ്യട്ടെ. നിന്റെ മഹനീയമായ ത്രിത്വത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആമേൻ. കർത്താവേ, അനുഗ്രഹിക്കണമേ. കർത്താവേ, നീ ആകാശത്തിലും ഭൂമിയിലും സ്തുത്യർഹനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീ മാത്രമാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ സർവേശ്വരായ എന്നേക്കും. ആമേൻ. മരണം വരുമൊരു നാളോർക്കുക മർത്യാനീ, കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. മരണം വരുമൊരു നാളോർക്കുക മർത്യാനീ, കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. ചൊല്ലുക മർത്യാനീ, എന്തിനു കരയുന്നു? വ്യാകുലമാനസനായി എന്തിനു നീറുന്നു? തിരമാലകളാൽ തിങ്ങിമറഞ്ഞ് ഇളകും കടൽ പോലെ. മരണം വരുമൊരു നാളോർക്കുക മർത്യാനീ, കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. ഭീകരമരണത്തിൻ കാലടി കേൾപ്പു ഞാൻ, പാപമെനിക്കുള്ളിൽ പേടി വളർത്തുന്നു. സാത്താൻ നിറയും പകയോടെ സതതമലട്ടുന്നു. മരണം വരുമൊരു നാളോർക്കുക മർത്യാനീ, കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. ഞാൻ നല്ലവണ്ണം യുദ്ധം ചെയ്തു, ഞാൻ എൻ്റെ ഓട്ടം പൂർത്തിയാക്കി, എൻ്റെ വിശ്വാസം ഞാൻ സംരക്ഷിച്ചു. അതിനാൽ നീതിയുടെ ന്യായാധിപനായ കർത്താവ് ഈ ദിവസം നീതിയുടെ മുടി എന്നെ അണിയിക്കുമാറാകട്ടെ. വിശ്വസ്തരായ ത്യാഗത്തിലേക്ക് ദൈവം നിന്നെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. സ്നേഹമുള്ളവരെയും മൃതദേഹം ദേവാലയത്തിലേക്ക് പോവുകയാണ്. ദേവാലയത്തിലേക്ക് പോകുന്നത് ഒരു ഓപ്ഷനാണ്. കാരണം ആഗ്രഹമുള്ളവർക്ക് പോകാം. അതുകൊണ്ട് അത് മൃതദേഹം ദേവാലയത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട്. കാരണം അതൊരാഗ്രഹമായിരുന്നു കുടുംബത്തിലെങ്കിൽ. കാരണം അപ്പച്ചൻ കുട്ടിച്ചായൻ മങ്കൊമ്പ് ദേവാലയവുമായി നല്ല അടുത്ത ബന്ധമുണ്ടായിരുന്നു. ഇവിടെ കൈക്കാരനായിട്ടൊക്കെ ശുശ്രൂഷ ചെയ്തെങ്കിൽ ഇവിടെ വരുമ്പോഴും ദേവാലയവുമായിട്ടും നല്ല ബന്ധമുണ്ടായിരുന്നു. അതിൻ്റെ വെളിച്ചത്തിൽ ദേവാലയത്തിലേക്ക് മൃതദേഹം സംവഹിക്കപ്പെടുകയാണ്. അതിന് ശേഷം സെമിത്തേരിയിലേക്ക് കൊണ്ടുവരും. എല്ലാവരും ഇവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി പ്രദക്ഷിണമായിട്ട് മുന്നോട്ട് പോവുക. ദേവാലയത്തിലേക്ക് പോകാനുള്ളവർ, വാഹനങ്ങളുള്ളവർ മറ്റുള്ളവരെയും കൂടി കയറ്റിക്കൊണ്ട് ദേവാലയത്തിലേക്ക് പോവുക. തിരിച്ച് സെമിത്തേരിയിലേക്ക് വന്ന് മൃതസംസ്കാര കാലത്ത് സംബന്ധിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക. എൻ്റെ സഹോദരരെ, ഞാനിപ്പോൾ നിങ്ങളോട് യാത്ര പറയുന്നു. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. വിടവാങ്ങുന്നേ നശ്വരമുലകിൽ വിടുതിയെനിക്കായി നൽകിയ വസതി. പരിശുദ്ധന്മാർ പരമാനന്ദം നുകരുമിടത്തിൽ
പോകുന്നു ഞാൻ. വിടവാങ്ങും നീ നശ്വരമുലകിൽ വിടുതിയെനിക്കായി നൽകിയ വസതി പരിശുദ്ധന്മാർ പരമാനന്ദം നുകരുമിടത്തിൽ പോകുന്നു ഞാൻ. അന്തിമയാത്ര എന്നും എന്നേക്കും സഹജന്മാരേ സ്നേഹിതഗണമേ യാത്രയിതാ ഞാൻ ചോദിക്കുന്നു നിങ്ങളെനിക്കായി ചെയ്തതിനെല്ലാം മിശിഹാനാഥൻ പ്രതിഫലമേകും. എന്റെ പ്രാർത്ഥന നിന്റെ പക്കലെത്തട്ടെ. പ്രാർത്ഥിപ്പതിനായി പരിപാവനമാ ദൈവിക ഭവനം കൂടും നേരം സ്നേഹാർദ്രതയാർന്നൻ പ്രിയജനമേ അനുദിനമലീവോ ഓർക്കണമെന്നേ. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. വിടവാങ്ങും നീ നശ്വരമുലകിൽ വിടുതിയെനിക്കായി നൽകിയ വസതി പരിശുദ്ധന്മാർ പരമാനന്ദം നുകരുമിടത്തിൽ പോകുന്നു ഞാൻ. സ്നേഹിതരെ ഞാൻ അവരുടെ അണിയിൽ ചേരുന്നതിനായി പ്രാർത്ഥിക്കണമേ. നിന്റെ കരുണ എന്നെ അറിയിക്കണമേ. ശാന്തിയിൽ മകളെ പൊയ്ക്കൊള്ളുക നിൻ. പാപത്തിനു ഞാൻ മാപ്പേകുന്നു. പാപിനിയോടായി കൽപ്പിച്ചതുപോൽ എന്നോടും ഇപ്പോൾ കൽപ്പിക്കണമേ.
കണ്ടവനവസാനം വിധിയുടെ നാളിൽ കൈവരും ആനന്ദം. നീയെ സൃഷ്ടിച്ചവരെ കൈകൾ വെച്ചു ധൂളിയിൽ നിന്നും ജനമേക്ക് നിന്നെ അറിയിക്കാൻ നൽകണമവസാനം. നീതിമാനാകുന്ന കാലത്തിൽ പ്രകാശം വെച്ചു മേഘത്തേരിൽ നാഥനെഴുന്നള്ളും. ഹൃദയവിളിക്കും ജീവനമർക്കേതും വിശുദ്ധപ്രകാശം വെച്ച് കനകപ്രഭയിൽ അവരുടെ അവളിനും അതിലുള്ളവരോ നാദമുകൾ പാടും. ചെറിയവരും വലിയവരും പ്രിയരെയും കരയരുടെ വിലസൻ പുനരുദ്ധാനം നൽകാൻ വരുമല്ലോ. സ്തുതി താരവേദം സുരനും റൂഹായും കീർത്തനം രംഗണയ്ക്കുന്നു. കൈകളിലല്ലോ നിന്നെ നമിക്കുന്നു. നമുക്കധികം സമാധാനത്തോടുകൂടി സത്യവിശ്വാസത്തോടെ പോയിരുന്ന നമ്മുടെ സഹോദരന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ജീവിതകാലത്ത് സകലകാലത്ത് പ്രസാദം ചെയ്യാതെ ദൈവ തീരുമാനമാണ് സമൂഹത്തിലേക്ക് പ്രവേശിക്കുമാറാകട്ടെ. മരിച്ചവരെ ഉയർപ്പിക്കുകയും നല്ലവരെ സ്വർഗ്ഗഭാഗ്യം നൽകുകയും ചെയ്യുമ്പോൾ തന്നെ അനുഗ്രഹമായി കനികാവിന്റെ പ്രാർത്ഥനയാൽ വിശുദ്ധ ഭാഗത്ത് നിർത്തുമാറാകട്ടെ. ജീവന്റെ പുസ്തകത്തിൽ രോഗികളുടെ പേരെഴുതുകയും തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ ഗണത്തിലായ ചേർക്കുകയും ചെയ്യുമാറാകട്ടെ. കർത്താവേ, വാത്സല്യത്തോടെ നിങ്ങളെ സന്ദർശിക്കാൻ സംരക്ഷിക്കണമേ. ഉദ്ധാരണം രക്ഷിക്കണമേ. സേവിക്കണമേ. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവാകുന്നു. ജീവന്റെ മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. കർത്താവിന്റെ പൈതൃകമായ പരിപാലനയെ ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ ഇങ്ങനെ മറക്കുകയും വീണ്ടും ജീവിപ്പിക്കുകയും ചെയ്യുന്നു. ഉദ്ധാനത്തിൽ ഞങ്ങളുടെ ശരീരങ്ങളെ നീ മഹത്വമണിയിക്കുന്നു. ജീവന്റെയും മഹത്വത്തെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ദൈവത്തിന്റെ ഭവനത്തിലൂടെ യാത്ര പറയുന്നു. മാമോദീസാവിനെ വിശുദ്ധീകരിക്കുകയും പരിശുദ്ധ കുർബാനയാൽ ആത്മാവിനെ പോഷിപ്പിക്കുകയും മറ്റു കുർബാനകളാൽ ആത്മാവിൽ കൃപാവരം ചൊല്ലുകയും ചെയ്ത പ്രിയപ്പെട്ട ദേവാലയമേ, ഞാൻ നിനക്ക് വന്ദനം പറയുന്നു. എന്റെ പിതാക്കന്മാരും ആത്മീയ ബാലകരുമായ പുരോഹിതരും ദൈവവചനങ്ങളുടെ ആത്മാവിന് പോഷണം നൽകിയ നിങ്ങളോട് ഞാൻ യാത്ര പറയുന്നു. ഞാൻ നിങ്ങളിൽ നടന്നു പോകുന്നുവെങ്കിലും എന്റെ സ്നേഹബന്ധം നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കും. സ്വർഗരാജ്യത്തിൽ നാം ഒരുമിക്കുന്നവരെ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. എന്റെ സഹോദരൻ നമ്മെ സൃഷ്ടിക്കപ്പെട്ടതിന്റെ ആദ്യപ്പെട്ട ശേഷം ഉയർപ്പിച്ച് അക്ഷയരാത്രി ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. വയലിൽ പുൽക്കൊടി പോലെ പാപത്തിൻ വഴിയിൽ ചായുന്നു. കോപം കലരാതെ നാഥാ കനിവോടെ തൃക്കൺ പാർക്കണമേ. കണ്ണുനീര് കൊണ്ടെന്റെ കിടക്ക ഞാൻ നനച്ചു. ലയമിയേലാത്തോരുന്നത മോർഷം പ്രാപിപ്പതിനായി അവയെ
എന്നും നിലനിൽക്കുന്നു. പോയി മറയും നീ ക്ഷണഭംഗുരമാ ലോകവുമതിലേ ജഡികാശകളും അക്ഷയരാജ്യം നേടാനുതകും നിക്ഷേപങ്ങൾ കരുതുക നമ്മൾ. എന്നും എന്നേക്കും സഹജന്മാരെ സ്നേഹിതഗണമേ യാത്രയിതാ ഞാൻ ചോദിക്കുന്നു നിങ്ങളെനിക്ക് കർത്താവേ, നിന്റെ ദാസന്റെ ആത്മാവിനെ നീതിമാന്മാരുടെ രാജ്യത്ത് പ്രവേശിപ്പിക്കണമേ. മണ്ണിൽ മനുഷ്യനെ സൃഷ്ടിക്കുകയും അവനെ മരണവിധേയനാക്കുകയും ചെയ്യുന്ന ദൈവമേ, നിന്റെ വിശുദ്ധന്മാർ വിശ്രമം കൊള്ളുന്ന അവരുടെ എത്ര മനോഹരമാകുന്നു. വിശുദ്ധ മാമോദീസയാൽ മുദ്രിതവും പരിശുദ്ധ കുർബാനയാൽ പരിവിഷ്ടവും വിശുദ്ധ നൈനത്താൽ അഭിഷിക്തവുമായ ഈ ശരീരത്തിന് നിന്റെ ദിവ്യപുത്രന്റെ രണ്ടാമത്തെ ആഗമനം വരെ വിശ്രമം നൽകേണ്ട ഈ കബറിടം നീ പൗത്രീകരിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ സർവേശ്വരായ എന്നേക്കും നീ എന്നെ തളിക്കുക, ഞാൻ നിർമ്മലനാകും. അതിനെ കഴുകുക, ഞാൻ മഞ്ഞിനേക്കാൾ വലിയവനാകും. അനുഗ്രഹത്തിന്റെ ദിവ്യജലത്താൽ ഈ കബറിടം പൗത്രീകരിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. കുരിശ് വഴിയായി നമ്മെ രക്ഷിച്ച പുത്രനും സ്തുതിയും ബഹുമാനവും സമർപ്പിക്കാം. ആദ്യം മുതൽ നീക്കുവാമേ. ഞങ്ങളുടെ പ്രാർത്ഥനകൾ പരിമളാതവും പോലെ നിന്നെ പ്രസാദിപ്പിക്കട്ടെ. നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് തന്നെ മടങ്ങുമെന്ന് അരുൾ ചെയ്ത സകലത്തിന്റെ നാഥനായ ദൈവം നിന്നെ ഉയർപ്പിന്റെ മഹത്വത്തോടെ അവസാന ദിവസം തന്റെ വലതുഭാഗത്ത് നിർത്തട്ടെ. നീ സ്വീകരിച്ച വിശുദ്ധ ഉദാസകൾ അത്യുന്നത ദൈവത്തിന്റെ ന്യായാസനത്തിങ്കിൽ നിന്നെ സഹായിക്കുമാറാവട്ടെ. ജീവന്റെ കണത്തിന്റെ നാഥനും പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ സർവേശ്വരായ എന്നേക്കും. മനുഷ്യ, നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് തന്നെ മടങ്ങുമെന്ന് ഓർത്തുകൊള്ളുക. അന്തിമോപചാരം അർപ്പിക്കുവാനുള്ള സമയമാണ്. പെട്ടുകൊടുത്ത ബന്ധുക്കള് ഒക്കെ മറിച്ച് അവരവസാനം മക്കളും അത് ബാക്കിയുള്ളവർ അവസാനം ശ്രദ്ധിക്കാം. ബാക്കിയുള്ളവർ നമ്മൾ സൈഡിൽ ചിന്തിച്ച് വഴി കൊടുത്തിട്ട് മറ്റു മകളത്തേക്ക് പോകാൻ പ്രയാസിപ്പിക്കും. സൈഡ് വാതിലും കൂടെ തുറന്ന് അതിൽ വഴി കൊടുക്കാം. രണ്ട് സൈഡിലുള്ള വാതിലുകൾ ഒരു വാർത്തയ്ക്ക്. എന്റെ കർത്താവേ, നിന്നെ ഞാൻ പ്രവർത്തിക്കും. മഹിമയുടെ അന്തിമ വിധി നാളിൽ കർത്താവേ, നീ അണയുമ്പോൾ കരുണയോടെ എന്നെ നിർത്തണമേ. നല്ല വരുത്തു വലം ഭാഗേ ആരാധിച്ചു വണങ്ങുന്നു. അതുതാൻ ഞങ്ങൾക്ക് ഉത്ഥാനം രക്ഷയും ഉയരും നൽകുന്നു. ആകാശവും ഭൂമിയും നിന്റേതാകുന്നു. ആകാശവുമേ ഭൂതലവും താപകമല്ലോ കർത്താവേ. ജീവിക്കുന്നവൻ അഭയം നീ നൽകണമേ മൃതനായുസ്സും. അവരാണ് കീർത്തനങ്ങൾ പാടും. മൃതനാം നരരുടെ പാപങ്ങൾ മായ്ക്കണമേ നിൻ കൃപയാലേ. മാമോദീസ വഴിയങ്ങി സുതരാണവരെന്നോർക്കണമേ. അവന്റെ സന്തോഷത്തിൽ അവർ ആനന്ദിക്കും. കർത്താവേ, നിൻ ശോണിതവും ദിവ്യ ശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാം നിൻ സുതരെ നിത്യവരും നിൽ ചേർക്കണമേ. അവരെല്ലാരും അവശേഷിച്ചില്ല. മഴ പെയ്യുമ്പോൾ വയലുകളിൽ വിത്തുകൾ പൊട്ടി മുളയ്ക്കുന്നു.
ആദ്യം മുതലുള്ളവയെല്ലാം തെളിവായ എന്നോട് നാദാനിൻ തിരുവഴിയെല്ലാം കാണുന്നു. നിരവധിയാമേൻ പാപങ്ങൾ നിരയായി എണ്ണി വിധിക്കല്ലേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ബാബാപുത്രൻ റൂഹായി മൃതനാവിന്നിൽ കനിയേണം. ജീവൻ നൽകി മഹോന്നതമാം പ്രഭയുടെ നാട്ടിൽ ചേർക്കേണം. മുതൽ നീക്കുവാമേൻ സർവ തെളിവായി എന്നോട് നാദാനിൻ തിരുവഴിയെല്ലാം കാണുന്നു. നിരവധിയാമേൻ പാപങ്ങൾ നിരയായി എണ്ണി വിധിക്കല്ലേ. ജനമെല്ലാം പ്രകൃതിക്കട്ടെ ഞങ്ങളുടെ മർത്യ ശരീരങ്ങൾ ഉത്ഥാനം നീയേകുന്നു. നാഥ ഞങ്ങളുടെ ആത്മാവും രക്ഷിക്കുന്നവനല്ലോ നീ. ആമേൻ ആമേൻ എന്ന് ഘോഷിക്കുവിൻ. സർവേശ നീ പരിശുദ്ധൻ, ബലവാനേ നീ പരിശുദ്ധൻ, നിത്യനമർത്യൻ പരിശുദ്ധൻ, നിൻ കൃപ ഞങ്ങൾ കേൾക്കണമേ. പാവനിക്ക് പുറത്തു കൊടുത്തവളെ വിശുദ്ധീകരിച്ച കർത്താവേ, നിന്റെ അനുഗ്രഹത്താൽ മരിച്ചവരെ വിശുദ്ധീകരിക്കണമേ. മാലാഖമാരോടുകൂടെ സ്വർഗത്തിൽ നിന്നെ സ്തുതിക്കുവാൻ അവരെ യോഗ്യരാക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ ആമേൻ. കർത്താവേ അനുഗ്രഹിക്കണമേ. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനും പ്രവൃത്തിയാശ്വാസം കൊടുക്കുന്നവനുമായ കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. കാരുണ്യമിഴും വിധിയാൽ വാനവരാജ്യം നേടും മനുഷ്യഭാഗ്യം. കാരുണ്യമിഴും വിധിയാൽ വാനവരാജ്യം നേടും മനുഷ്യഭാഗ്യം. കറയറ്റവനായി ചിരമഹിമാവിൽ മിന്നി വിളങ്ങും മുഖമൊടു കല്ലറ വിട്ടെഴുന്നേൽക്കും മനുഷ്യനുഭാഗ്യം. അന്തിമനാളിൽ കാരുണ്യമിഴും വിധിയാൽ വാനവരാജ്യം നേടും മനുഷ്യനുഭാഗ്യം. നിനക്കായാതി മുതൽ ഞാൻ കരുതിയ രാജ്യം നേടുക നാഥനിൽ നിന്നതു കേൾക്കും മനുഷ്യനുഭാഗ്യം. അന്തിമനാളിൽ കാരുണ്യമിഴും വിധിയാൽ വാനവരാജ്യം നേടും മനുഷ്യനുഭാഗ്യം. ദൈവമേ, എന്റെ പാപങ്ങൾ കഴുകിക്കളയണമേ. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. എന്റെ പാപങ്ങൾ കഴുകിക്കളയണമേ. എന്റെ തെറ്റുകൾ തുടച്ചു മാറ്റണമേ. എന്റെ പാപങ്ങൾ ഞാൻ അറിയുന്നു, ഞാൻ അവയെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നു. എനിക്കെതിരായി ഞാൻ പാപം ചെയ്തു പോയി. സന്നിധിയിൽ ഞാൻ തിന്മകൾ പ്രവർത്തിച്ചു. എന്റെ പാപങ്ങളിൽ നിന്ന് മുഖം തിരിച്ചു കളയണമേ. കുറ്റങ്ങളെല്ലാം തുടച്ചു മാറ്റുകയും ചെയ്യണമേ. പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ദൈവമേ, പാപങ്ങൾ കഴുകിക്കളയണമേ. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. സജീവവും ജീവദായകവുമായ ശബ്ദത്താൽ ആസന്നയെ ഉയർപ്പിച്ച കർത്താവേ, ആ ശബ്ദം അഗ്നീയമായ നീതിയുടെ ദിവസത്തിൽ നിന്റെ ദാസനെ വിളിക്കുകയും നിന്റെ വലതുഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പൊറുക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായ വിധി കർത്താവേ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. കർത്താവേ, മരിച്ചവരെ നീ കരുണാപൂർവ്വം ജീവിപ്പിക്കണമേ. ജീവിക്കുന്നവരെ ദയാപൂർവ്വം പരിപാലിക്കണമേ. ഉദ്ധാനം പ്രതീക്ഷിച്ച് മരണമടഞ്ഞവരെ നീ മഹിമയോട് കൂടി ഉയർപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും.
സമാപന പ്രാർത്ഥന. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ നീതിമാന്മാരോടും വിശുദ്ധരോടും കൂടെ ഉത്കൃഷ്ടമായ ഉയർപ്പും മഹനീയമായ നിത്യജീവനും നൽകി സ്വർഗരാജ്യമാകുന്ന ഓർ സമയത്തേക്ക് ഇയാളെ പ്രവേശിപ്പിക്കുമാറാവട്ടെ. നമ്മിൽ നിന്നും വേർപെട്ടുപോയ മിശിഹായുടെ ഭൗതിക ശരീരത്തിലെ ഈ അംഗത്തെ അനുഗമിക്കുകയും ഈ മൃതസംസ്കാരത്തിൽ സഹകരിച്ച് ഇയാളെ ബഹുമാനിക്കുകയും ചെയ്ത നിങ്ങളെല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാവട്ടെ. അവിടുത്തെ കൃപ നിരന്തരം നിങ്ങളിൽ വസിക്കുകയും അവിടുത്തെ കാരുണ്യം നിത്യം നിങ്ങളെ അനുഗമിക്കുകയും ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. യാത്രയാകുന്നിതാ പ്രിയജനമേ, കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. യാത്രയാകുന്നിതാ പ്രിയജനമേ, കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. ഈ കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തിൽ കടലെന്നാലും പോകാതെ വയ്യ. ഈ കണ്ണു